കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കാം. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശം തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കുവേ. ആമേൻ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞ് യേശു ക്രിസ്തുവിൽ കൂടി നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. ആദ്യത്തെ ആ വാക്ക് അവിടെ പറയുന്നത്, വാക്യത്തിന്റെ ആരംഭം യേശു ക്രിസ്തുവിൽ വേരൂന്നിയും. എന്തിനാണ് യേശു ക്രിസ്തുവിൽ വേരൂന്നുന്നത്? ഇന്നത്തെ ഈ നവീന ലോകത്തെ നമുക്ക് ലഭിക്കുന്നതായ ഒരു ദിവസം എന്ന് പറയുന്നതിൽ ഒരു ബഹുഭൂരിപക്ഷ സമയവും നമ്മൾ ജോലി കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം തിരക്കിലായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള തുടർമാനമായിട്ടുള്ള കാര്യങ്ങളിൽ പിന്നെ സമയം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്, ഉറങ്ങേണ്ടതായിട്ടുണ്ട്, ഉണർന്ന് ജോലി പോകേണ്ടതായിട്ടുമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഇടയിൽ നമ്മൾ ആഹാരം, മറ്റു കാര്യങ്ങൾ, എന്റർടൈൻമെന്റ്സ്, സിനിമ കാണണം, പിന്നെ മനസ്സിനും ശരീരത്തിനും ഒക്കെ അല്പം ഉന്മേഷം കിട്ടണമെന്നുണ്ടെങ്കിൽ അല്പം ലഹരി കഴിക്കണം. ഇങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ സന്തോഷത്തിനുമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് അവിടെ നിൽക്കുമ്പം ഇവിടെ പറയുകയാണ് ക്രിസ്തുവിൽ വേരൂന്നിയും. അതേ ഈ ലോക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഈ ലോക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്ത് സന്തോഷിപ്പാനുള്ളതാണ്, ഈ ലോകത്ത് അവന് ജഡത്തെ സന്തോഷിപ്പിക്കാനായിട്ടുള്ളതാണ്, എല്ലാം സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അവന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞാൻ എന്ന വ്യക്തിയെ പ്രീതിപ്പെടുത്തുന്ന, സന്തോഷിപ്പിക്കുന്ന അനേക കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലൊന്നും കാര്യമില്ല. അതൊക്കെ ഒരു തൽക്കാലത്തേക്കേ ഉള്ളൂ. അതിലൊക്കെ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ ഒടുവിൽ മരണം വന്ന് കൊണ്ടുപോയി കഴിയുമ്പോൾ പിന്നീട് എന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ഇതൊന്നും സാധാരണ മനുഷ്യന് മനസ്സിലാകത്തില്ല. കാരണം അവന്റെ ജഡം എപ്പോഴും ആ ജഡത്തിന് തൃപ്തിക്ക് വേണ്ടി കാക്ഷിച്ചുകൊണ്ടിരിക്കും, ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് പറയുന്നത് ക്രിസ്തുവിൽ വേരൂന്നിയും. എന്തിനാണ് ക്രിസ്തുവിൽ വേരൂന്നത്? വേരൂന്നി ക്രിസ്തുവിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട്. ക്രിസ്തു ആരാണെന്നറിയണം, ക്രിസ്തുവിനെ പറ്റി അറിയണം. ക്രിസ്തു എന്ന ആ വാക്ക്, ആ ശബ്ദം ഒരു മർമ്മമാണ്. ക്രിസ്തീയ ലോകത്തിൽ തന്നെ ഇന്നും പലർക്കും വെളിപ്പെട്ട് കിട്ടാത്ത ഒരു മർമ്മമാണ്. പഴയ നിയമം അതിൻ്റെ ആ കാലയളവ് മുഴുവനും നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടി നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ കാലഘട്ടങ്ങൾ. പിന്നെ പുതിയ നിയമം പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, പഴയ നിയമത്തിലെ ദൈവം ഒരു ദൈവവും പുതിയ നിയമത്തിലെ ദൈവം യേശു ക്രിസ്തുവുമാണ്. എന്നാൽ പഴയ നിയമം ഉൽപ്പത്തി മുതൽ നമ്മൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ ഈ വെളിപ്പാട് വരെയുള്ള ദൈവവചനത്തിൻ ആരംഭം മുതൽ ഈ നിമിഷം വരെയും വ്യാപരിച്ച് നിൽക്കുന്ന ആ ദൈവശക്തി, അതിനൊരു മർമ്മമുണ്ട്. അത് നമ്മൾ അറിയണം. 2-ാം അധ്യായത്തിന്റെ കൊലോസ്യർ 2-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ കൂടി ഒന്ന് വായിക്കാം. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ആമേൻ. ഒരു മർമ്മമാണ് ഇവിടെ പറയുന്നത്. യേശു ക്രിസ്തുവിൽ
ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു എന്ന് പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പേ ഈ ഭൂമിയുടെ മധ്യേ മനുഷ്യരൂപമായിട്ട് ദൈവം വന്ന് വസിച്ചു എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ തലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയത്തില്ല. അഥവാ ഇന്നത്തെ ഈ പരിണാമ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ആധുനിക ലോകത്തിലെ ഈ വിശ്വാസ ലോകത്തിലെ തലമുറകൾ പോലും മറ്റുള്ളവരെ വിട്ടാൽ തന്നെ ഈ വിശ്വാസ ലോകത്തിലെ തലമുറകൾ പോലും അവർക്ക് പോലും വിശ്വസിക്കാൻ കഴിയത്തില്ല ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് വസിച്ചു എന്ന് പറയുമ്പോൾ. എന്നാൽ അതൊരു മർമ്മമാണ്, ഒരു വസ്തുതയാണ്. സർവസമ്പൂർണതയും ആരുടെയാ? ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വന്നു വസിക്കുകയാണ്. ക്രിസ്തു എന്ന മർമ്മം അവിടെയാണ് വെളിപ്പെടുന്നത്. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായവൻ മറ്റാരുമല്ല, അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. അവനിൽ മാത്രമേ നാം എന്ന് പറഞ്ഞാൽ ദൈവസഭ പരിപൂർണമാകുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തുവിൽ വേരൂന്നിയും. മറ്റൊരു മർമ്മം എന്ന് പറയേണ്ടത് ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാണ്? ക്രിസ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം മശിഹ എന്നാണ്. മശിഹ എന്ന് പറഞ്ഞാൽ ആരാണ്? രക്ഷകൻ എന്നാണ്. ആരെ രക്ഷിക്കുന്നു? എന്തിനെ രക്ഷിക്കുന്നു? നിത്യനാശത്തിലേക്ക് വിധിക്കപ്പെട്ട് നിത്യനരകത്തിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു ജീവിതം. അതാണല്ലോ മനുഷ്യൻ അവന്റെ ആരംഭം മുതൽ ഇന്ന് വരെയും അവന്റെ പാപം മൂലം അവനെ ഒരുക്കിയെടുത്തത്. അപ്പോൾ ആ മനുഷ്യനെ രക്ഷിക്കുന്ന ഒരു രക്ഷകൻ നമ്മുടെ ദേഹമണ്ഡലങ്ങളിലെ മരണകരമായ ആ പാപത്തെ നീക്കി നമ്മെ രക്ഷിപ്പാനുള്ള ഒരു യാഗമായി തീർന്ന ഒരു യാഗമൃഗം, അറക്കപ്പെട്ട കുഞ്ഞാട്. അതാണ് എൻ്റെ മർമ്മം. ക്രിസ്തു എന്ന മർമ്മം അത് വെളിപ്പെട്ട് വരുന്നതാണ് എബ്രായരുടെ ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഒരു ശരീരം പിതാവ് പുത്രനായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. മനുഷ്യപുത്രൻ എന്ന നാമം വെളിപ്പെടുന്നതിന് മുമ്പേ ത്രിയേക ദൈവം, ആ ത്രിയേക ദൈവം പിന്നീട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവം രണ്ടും രണ്ടല്ല. മനുഷ്യൻ മൂലമാണ് മനുഷ്യപുത്രനായത്. അതൊരു മർമ്മമാണ്. ത്രിയേക ദൈവം നമ്മുടെ ബഹുവിധമായ പാപങ്ങൾക്ക് പരിഹാരമായി വീണ്ടെടുപ്പുകാരനായിട്ട് വന്നവൻ. റോമർ 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം അവിടെ പറയുന്നുണ്ട്. ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതൊരു മർമ്മമാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം, നമുക്ക് രക്ഷ പ്രാപിപ്പാൻ മറ്റൊരു വഴിയുമില്ല എന്ന് വന്നപ്പോൾ അവിടെ ദൈവം തന്നെ രക്ഷകനായിട്ട് വരികയാണ്. എന്തുകൊണ്ട് ദൈവം തന്നെ രക്ഷകനായിട്ട് വരുന്നു എന്നുള്ളത് തുടർന്ന് ഞാൻ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ ഓർപ്പിക്കുകയാണ്. എന്താണ് ക്രിസ്തു എന്ന മർമ്മം? അത് കാൽവറിയാണ്. കാൽവറി യാഗമാണ് ക്രിസ്തു എന്നൊരു മർമ്മം. അവിടെ അറക്കപ്പെട്ട കുഞ്ഞാട്, ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുണ്ടാക്കി. നമുക്ക് വേണ്ടി ദൈവം ഒരു വീണ്ടെടുപ്പുണ്ടാക്കി. കുഞ്ഞാട് അറക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ പ്രിയരെ,
നമുക്ക് വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യം. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണവും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും ദുബോർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ച് കൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതികളിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആമേൻ. അവിടെ നോക്കണം, 24 മൂപ്പന്മാരും കുഞ്ഞാടിന് മുമ്പാകെ വീണിട്ട് അവിടെ ഒരു പാട്ട് പാടുകയാണ്. ആരാണ് ഈ കുഞ്ഞാട്? ആ കുഞ്ഞാടിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ കേട്ടത്. കാൽവറിയിലെ യാഗമൃഗം കർത്താവായ യേശു ക്രിസ്തു. അവിടെ സ്വർലോകത്തിലെ സർവജീവികളും 24 മൂപ്പന്മാരും കുഞ്ഞാടിന് മുമ്പാകെ വീടുകൊണ്ട് പാടുകയാണ്, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു. അതൊരു പുതിയ പാട്ടാണ്. ഇത് നിത്യതയിൽ പാടിയ പാട്ടാണ്. ഈ ഭൂമിയിൽ പാടിയ പാട്ടല്ല, സ്വർഗത്തിൽ പാടിയ പാട്ടാണ്. എന്താണ് പാടിയത്? 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവറിയിൽ യാഗമായി തീർന്ന ആ കുഞ്ഞാടിനെ പറ്റിയുള്ളൊരു പാട്ടാണ്. ഇന്ന് ലോകത്ത് നമ്മൾ വിശ്വാസികളായവർ, ആമീൻ, അനേകര് ഇന്ന് ആ പാട്ട് മറന്നു കഴിഞ്ഞിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പിലുള്ള ചരിത്രം ഇന്നൊരു ചരിത്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് നടന്നതാകാം, നടക്കാത്തതാകാം. നടന്നതാണെങ്കിൽ അതൊരു മാനുഷികമായ വിഷയമായിരിക്കാം, അല്ലെ ദൈവികമായിട്ടുള്ളതാണെങ്കിലും നമ്മളതിന് സാക്ഷികളാണോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു ലോക ജനത, അവർക്ക് ഇതൊരു കഴിഞ്ഞുപോയ സംഭവമാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഈ പാട്ട് ഇവിടെ കേൾക്കുന്നറിയാം, നിത്യതയിലാണെന്ന് പറഞ്ഞാൽ നിത്യതയിൽ ഭൂതകാലമില്ല, വർത്തമാനകാലമില്ല, ഭാവി കാലമില്ല. നിത്യത എന്ന് പറയുന്നത് അത് സ്ഥിരമായിട്ട് എന്നും നിലനിൽക്കുന്നതായ വർത്തമാന കാലം എന്ന് പറയാം. അതിന് കാലം അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ നിത്യതയിൽ ആരംഭമില്ലാത്തടത്ത് അവസാനമില്ലാത്തടത്ത് നിരന്തരമായി പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്. എന്താണ്? നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു. എത്ര മനോഹരമായ ഒരു പാട്ട്! നമ്മൾ മറന്നുപോയ പാട്ട്, നിത്യതയിൽ ഒരിക്കലും മറക്കാതെ നിലനിൽക്കുന്ന പാട്ട്. കൊലോസ്യരുടെ നമ്മളിപ്പോൾ ആ ധ്യാനിച്ച വാക്യം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെ അവിടെ പറയുന്നു, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടി ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്തു മായ്ച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതാണ് ക്രിസ്തു എന്ന മർമ്മം. നമുക്കറിയാം, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എത്ര ശ്രേഷ്ഠനായിരുന്നാലും, ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അവനൊരു പക്ഷെങ്കിലും ഒരു ചക്രവർത്തിയാകാം, രാജാവാകാം, ചക്രവർത്തിയാകാം, നേതാവാകാം, പുണ്യവാളനാകാം, ആരുമാകാം. ആര് തന്നെ ആയിരുന്നാലും അവൻ കേവലം ഒരു മനുഷ്യനാണ്. അവൻ ജനിക്കുന്നവനും ജനിച്ചു മരിച്ച് മണ്ണടിഞ്ഞു പോകുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ അവനെ രക്ഷിപ്പാൻ അവന് കഴിയത്തില്ല. മനുഷ്യനെ രക്ഷിപ്പാൻ മനുഷ്യന് കഴിയത്തില്ല. അതുകൊണ്ടാണ് അവനെ രക്ഷിപ്പാൻ ദൈവം തന്നെ
രക്ഷകനായിട്ട് വന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു എന്ന ദൈവത്തിന്റെ ആ മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകതയുടെ ആ സമ്പത്തും പ്രാപിക്കണം. അതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് ഉപദേശിക്കുന്നത്. ക്രിസ്തു എന്ന ദൈവ മർമ്മം. ഹല്ലേലൂയ. ആരാണ് ദൈവമാണെന്നുള്ളൊരു മർമ്മം അത് വെളിപ്പെടുത്തിയതിനു ശേഷം ആ പരിജ്ഞാനം അത് നമ്മൾ പ്രാപിക്കണമെന്നാണ് അവിടെ നിർദ്ദേശിക്കുന്നത്. ആ പരിജ്ഞാനം ലഭിച്ചില്ല എങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾക്ക് എന്തുണ്ടായെന്ന് പറഞ്ഞാലും, എത്ര വലിയ ശ്രേഷ്ഠമായ സ്ഥാനമുണ്ടെന്ന് പറഞ്ഞാലും, പണവും പദവിയും മറ്റ് എല്ലാ അലങ്കാര അനുഭവങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാലും, അതൊന്നും ഈ ഭൂമിയിൽ അല്പകാലത്തേക്ക് ആരുടെയെങ്കിലും മുമ്പിൽ അല്പകാലത്തേക്ക് കാണിച്ചു കൊടുക്കാമെന്നല്ലാതെ അത് നിത്യതയിൽ അതിന് യാതൊരു വിലയുമില്ല. അതുകൊണ്ട് പരിജ്ഞാനം പ്രാപിക്കണം. ക്രിസ്തു എന്ന ആ മർമ്മത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കണം. ക്രിസ്തു ആരാണ്? ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്. ക്രിസ്തു ആരാണ്? ക്രിസ്തു മശിഹായാണ്. അപ്പോൾ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അവൻ ദൈവമാണ്. ആ മർമ്മത്തിന്റെ പരിജ്ഞാനവും അതിൽ കൂടെ ലഭിക്കുന്ന വിവേകപൂർണതയുടെ സമ്പത്തും അത് ലഭിക്കണമെങ്കിൽ ദൈവസ്നേഹത്തിൽ സർവവിശുദ്ധന്മാരോടും കൂടെ ഐക്യത ഉണ്ടാകണം. അങ്ങനെ ഐക്യത ഉണ്ടായിട്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. അതാണ് ആ പ്രാർത്ഥന. ഈ മനുഷ്യനായ ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ട്? സർവ ജ്ഞാനത്തിന്റെയും പരിപൂർണതയുണ്ട്, പരിജ്ഞാനത്തിന്റെ പരിപൂർണതയുണ്ട്. അതിൻ്റെയൊക്കെ ആ നിക്ഷേപങ്ങളൊക്കെ അവിടെ വളരെ ഗുപ്തമായിട്ടിരിക്കുന്നു. ക്രിസ്തു എന്ന ദൈവമർമ്മം അത് വെളിപ്പെടുത്തുവാൻ ആ 9-ാമത്തെ വാക്യം നമ്മളെ സഹായിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് എന്തുവാ? അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ക്രിസ്തു അഥവാ രക്ഷകൻ മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിൽ അന്ന് വസിച്ചപ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും തലയായവൻ. അവനിൽ നിങ്ങൾ അതാ സഭ പരിപൂർണമായിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളെ കുറിവാക്യത്തിൽ പറഞ്ഞ പോലെ ക്രിസ്തുവിൽ വേരൂന്നി നമ്മൾ ജീവിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്താണ്? അതിന്റെ കൊലോസ്യർ 3:1 വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഇന്ന് നമ്മൾ ഈ ഭൂമിയിലുള്ളതാണ് അന്വേഷിക്കുന്നത്. നമ്മുടെ സമയം, നമ്മുടെ പണം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നേടിയെടുക്കുന്ന എല്ലാ ഭൗതിക വിഷയങ്ങളും ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ ഭൂമിയിലുള്ളതിനെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അത് ലഭിക്കുവാനും ചെലവാക്കുവാനും അതിൽ കൂടി ജീവിക്കുവാനും. ആമീൻ. ഈ ഭൂമിയിലുള്ളത് അതൊന്നും ശാശ്വതമല്ല. ഈ ഭൂമിയിലുള്ളത് എന്താ? അത് നമുക്കറിയാം. അത് ഈ ഭൂമിയിലുള്ളത് നമ്മളെ ഉയരത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായതെല്ലാം ഈ ഭൂമിയിലുണ്ട്. എന്നാൽ നമ്മുടെ ദേഹിക്കും ആത്മാവിനും വേണ്ടതൊന്നും ഈ ഭൂമിയിൽ ലഭിക്കുന്നില്ല. എന്നാൽ അവയെല്ലാം എവിടെ ലഭിക്കുന്നത്? അത് ലഭിക്കുന്നത് ഉന്നതങ്ങളിലാണ്. എന്നാൽ അത് അവിടെ ചെന്ന് ലഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവയെല്ലാം ഇവിടെ നിന്ന് തന്നെ പ്രാപിച്ചെടുക്കണം. എങ്ങനെയാണ് അത് പ്രാപിച്ചെടുക്കുന്നത്? അതാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും
സൽകീർത്തിയായതൊക്കെയും സദ്ഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുകയും. ആമീൻ. എന്താണ് നമ്മൾ ഇവിടുന്ന് നമുക്ക് പ്രാപിച്ചെടുക്കേണ്ടത്? അതെങ്ങനെയാണ് പ്രാപിച്ചെടുക്കേണ്ടത്? എന്താണ് ഇവിടെ വ്യക്തമായിട്ട് അവിടെ പറയാണ്, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെയും. 7 കൂട്ടം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ നമ്മൾ പ്രാപിച്ചെടുക്കണം. ഈ ഭൂമിയിൽ നമുക്ക് ധനമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ സമ്പാദിക്കേണ്ടതായിട്ടുള്ള ധനത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം സമ്പാദിച്ചെടുക്കണം. അതൊന്നും കണ്ണുകൊണ്ട് ഇവിടെ കാണാൻ കഴിയാത്തതാണ്. അത് ഉയരത്തിലുള്ളതാണ്. ഉയരത്തിലുള്ളതാണെങ്കിലും അത് ഈ താണ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് നേടിയെടുക്കേണ്ടതുമാണ്. ഘനമായതൊക്കെയും എന്താണത്? നിത്യ തേജസ്സാണത്. നിത്യ തേജസ്സിന്റെ ഘനമാണ്. നിത്യ തേജസ്സിന്റെ ഘനം അത് നമുക്ക് ഈ ഭൂമിയിൽ അളക്കുവാൻ കഴിയത്തില്ല. പിന്നെന്തുവാ? നീതിയായതൊക്കെയും. എന്താണ് നീതിയായിട്ടുള്ളത്? ഈ ലോകത്തെ പറ്റി നമുക്കറിയാം. പാപപങ്കിലമായ ഈ ഭൂമിയിൽ മനുഷ്യന്റെ നീതി അത് ദൈവത്തിന് മുമ്പിൽ അനീതിയാ. അതെന്താണ് അതിന് വിരുദ്ധമായി വരുന്നത്? ഉദാഹരണം പറയാം. ഇവിടെ കർത്താവ് പറയാണ്, ദൈവജനം പറയാണ്, നിങ്ങൾ ശത്രുവിനെ സ്നേഹിക്കണം. ഇവിടെ ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളത് ലോകത്തിന്റെ നീതിയല്ല, അത് അനീതിയാണ്. ലോകത്തിന്റെ നീതി എന്താ? പകരത്തിന് പകരം ചെയ്യുക. അതാണ് ലോകനീതി. കോടതിയിൽ കൂടിയുള്ള വിധി എന്താ? ചെയ്തതിന് പകരമായിട്ടുള്ള ഒരു വിധിയാണത്. മോഷ്ടിച്ചു എങ്കിൽ അതിന് തത്തുല്യമായ രീതിയിൽ കൂടി ജയിൽവാസ ശിക്ഷ അനുഭവിക്കുക, അതിന് കോമ്പൻസേഷൻ കൊടുക്കുക, പണം കൊടുക്കുക. ഒരാളെ കൊന്നു എങ്കിൽ പകരത്തിന് ആ ആളെ ജീവപര്യന്തം തടവിലാക്കപ്പെടുകയോ അഥവാ തൂക്കിക്കൊല്ലുകയോ ചെയ്യുക. അതാണ് ലോകത്തിന്റെ നീതി. അടുത്തത് എന്തുവാ? നിർമ്മലമായതൊക്കെയും. എന്താണ് നിർമ്മലമായതൊട്ടുള്ളത്? അത് ഹൃദയത്തിന്റെ പ്രവൃത്തിയാണ്. അത് ബുദ്ധിയുടെ അറിവിൽപ്പെട്ടതല്ല. നമ്മുടെ ബുദ്ധിയുടെയോ സാമാന്യ ബോധത്തിലോ പെട്ട കാര്യങ്ങളല്ലത് നിർമ്മലമായത്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എഫേസ്യരുടെ ലേഖനം 1-ാം അധ്യായത്തിലുണ്ട്. അവിടെ ഞാൻ വായിപ്പിക്കുന്നില്ല. അവിടെ പറയുന്ന വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരേണ്ടതിനാണ്. നിർമ്മലമായതൊക്കെയും. അടുത്തത് രമ്യമായതൊക്കെയും. എന്താ രമ്യമായതൊക്കെയും? അതും ഈ ഭൂമിയിലുള്ളതല്ല വാസ്തവത്തില്. പക്ഷെ ഈ ഭൂമിയിൽ നമ്മളെ അത് പ്രാപിച്ചെടുക്കേണ്ടതാണ്. എന്താ ഉയരത്തിലുള്ളത് എന്ന് പറയാൻ കാരണം എന്താ? നമ്മളെ രമ്യമായതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ശാസിക്കുമ്പോൾ തന്നെ അതിൽ രമ്യത അടങ്ങിയിട്ടുണ്ടായിരിക്കും. കോപിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ ഉപദേശിക്കുകയോ എന്ത് ചെയ്താൽ തന്നെയും അതിൽ അടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം എന്താണെന്ന് അറിയണം. അതിൻ്റെ അകത്തൊരു രമ്യത ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ അവിടെ കോപം ഉണ്ടാകുന്നില്ല, പകയുണ്ടാകുന്നില്ല, ദേഷ്യം ഉണ്ടാകുന്നില്ല. അതേ സമയത്ത് തന്നെ നമ്മൾ ഉപദേശിക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, കോപിക്കുന്നുണ്ട്. അപ്പോഴും ആ കോപത്തിനകത്ത് രമ്യത അടങ്ങിയിട്ടുണ്ട്. അതാണ് ദൈവത്തിന്റെ ആ സ്വർഗത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്കാകാമല്ലോ. ആകാൻ കഴിയാത്തതല്ലല്ലോ. നമ്മളൊരാളോട് നമ്മൾ ദേഷ്യപ്പെട്ടു, പക്ഷെ ആ ദേഷ്യത്തിനകത്ത് സ്നേഹമുണ്ട്. ആ ദേഷ്യത്തിനകത്ത് ആ രമ്യതയുണ്ട്. അടുത്തത് എന്തുവാ? സൽകീർത്തിയായതൊക്കെയും. എന്താ സൽകീർത്തി ലോകത്തിൻ്റെത്? ഈ ലോകത്തിന് സൽകീർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുത്തു, നമ്മൾ 10 പേരെ വിളിച്ചു ഫോട്ടോ എടുപ്പിച്ചു, അത് നമ്മൾ പത്രത്തിൽ കൊടുത്തു. ഇതാണ് ലോകനീതി. ആ ലോകത്തിന്റെ സൽകീർത്തി അതാണ്. നമ്മൾ അന്നദാനം ചെയ്തു,
അത് നമ്മൾ നോട്ടീസ് അടിച്ച് പുറത്ത് കാണിപ്പിക്കുകയാണ്. എന്റെ പടവും വരുന്നുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ, ഈവൻ ദശാംശം കൊടുക്കുന്നു, അതുപോലെ എഴുതി വായിക്കുകയാണ്. ഇന്നയാൾ ഇത്ര തന്നു, സ്തോത്ര കാഴ്ച കൊടുക്കുന്നു. സ്തോത്ര കാഴ്ച കൊടുക്കുന്നതിനെ കണക്ക് അവിടെ പറയണം. പറഞ്ഞിരുന്നോണ്ടേ പറയിപ്പിക്കും. ദൈവമക്കളാ, ഹല്ലേലൂയ. നമ്മൾ ഒരാളൊക്കെ സഭയിൽ ഒരാളെ സഹായിച്ചു. എങ്ങനെ സഹായിക്കുന്നു? അതെ, സഭ വഴി സഹായിക്കണം. കമ്മിറ്റി അറിയണം, 10 പേരെ അറിയിപ്പിക്കണം. ഞങ്ങൾ ഇതൊക്കെ ചെയ്തു, ഞങ്ങളുടെ സഭ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇതൊക്കെയാണ് ഇന്ന് ഈ ഭൂമിയിലെ സൽകീർത്തി. ഇതൊന്നും സ്വർഗത്തിലെ സൽകീർത്തി അല്ല. ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത്. അതാണ് സ്വർഗത്തിന്റെ നീതി. ചെയ്യുന്നത് എന്തും സ്വർഗസ്ഥനായ പിതാവ് മാത്രം അറിഞ്ഞാൽ മതി. എത്ര പേർക്ക് അങ്ങനെ സഹായിക്കാൻ പറ്റും? ഓർത്തുകൊള്ളുക, എല്ലാം ഈ സൽഗുണങ്ങളെല്ലാം കറപുരണ്ട വസ്ത്രം പോലെയാ. ഒന്നും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതല്ല. 7-ാമത്തേത്, സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെയും. സൽഗുണമോ എന്താണ്? ഈ ഭൂമിയിൽ നിന്നും അത് നമുക്ക് ലഭിക്കത്തില്ല. ലോകം നിങ്ങളെ പകയ്ക്കും. ഒരു പുകഴ്ചയാലും നമ്മള് ഇവിടെ നീതീകരിക്കപ്പെടുന്നില്ല. അത് ഭൂമി പ്രതീക്ഷിക്കേണ്ട. ഇവിടെ പുകഴ്ച നമ്മൾ ലഭിക്കുകയാണ് ദൈവമക്കളെ, നമ്മുടെ പ്രതിഫലം ഇവിടെ നഷ്ടമായി പോവുകയാണ്. സർവ സൽഗുണവും അതിൻ്റെ പുകഴ്ചയും ഉയരത്തിൽ നിന്ന് വരുന്നതും അവിടെ ലഭിക്കുന്നതുമാണ്. സൽകീർത്തി, സൽഗുണം, പുകഴ്ച, ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞതെല്ലാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് എഫെസ്യർ 3-ാം അധ്യായത്തിന്റെ 10-ഉം 11-ഉം വാക്യങ്ങൾ പറയുന്നു, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം യേശുക്രിസ്തുവിനാൽ സഭയ്ക്ക് വെളിപ്പെടുത്തി തന്നത് അത് തന്നെ ചിന്തിച്ചു കൊള്ളണം. എഫെസ്യർ 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞുകിടക്കുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ആമേൻ. ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെയാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. റോമർ 8:6 പറയുന്നു. അവിടെ ഒന്ന് പറഞ്ഞു, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. അതുകൊണ്ട് പ്രിയരെ, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, ക്രിസ്തു എന്ന മർമ്മം അത് ഈ ഭൂമിയിൽ നമുക്ക് വെളിപ്പെട്ടു വരുമ്പോൾ അത് ഈ ഭൂമിയിൽ നമുക്ക് എന്തെങ്കിലും പ്രാപിപ്പാനുള്ളതല്ല. ഈ ഭൂമിയിൽ എന്തെങ്കിലും പ്രാപിപ്പാനായിട്ട് ക്രിസ്തുവിനെ ആശ്രയിക്കുകയാണെങ്കിൽ സർവ്വ മനുഷ്യരിലും അരിഷ്ടർ എന്നാണ് അവരെ പറ്റി പറയുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഇവിടെ പറയുന്നത് ജഡത്തിന്റെ ചിന്തയിൽ നമ്മൾ ജീവിക്കരുത്. ജഡത്തിന്റെ ചിന്തയ്ക്ക് ഒരു റിസൾട്ട് ഉണ്ട്, അത് മരണമാണ്. എന്നാൽ അതുകൊണ്ട് ആത്മാവിന്റെ ചിന്തയിലേക്ക് മാറണം. ആത്മാവിന്റെ ചിന്ത എന്താണ്? അത് ജീവനും സമാധാനവുമാണ്. റോമർ 8:13 പറയുന്നത് ആത്മാവിനുള്ളത് അത് ഭൂമിയിലുള്ളതല്ല എന്നാണ് പറയുന്നത്, അത് ഉയരത്തിലുള്ളതെന്നാണ്. അത് തന്നെ അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 8:13, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ആമേൻ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഉയരത്തിലുള്ളത് മാത്രം ചിന്തിക്കുക, ജഡത്തിലുള്ളതല്ല. ആത്മാവിനുള്ളത് ചിന്തിക്കുക, അത് തന്നെ അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ മനസ്സിനെ പുറത്തേക്ക് സഞ്ചരിപ്പാൻ അനുവദിക്കരുത്. മനസ്സിനെ പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്നത് 100 ആടുകളിൽ വഴിതെറ്റിപ്പോയ ഒരു ആടിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അത് എത്ര ദൂരം പോയി, അത് എവിടെയാണ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അവിടെ പറയുന്നത് കർത്താവ്, അവിടെ പറയുന്ന ഉപമ പറയുന്നത് 99 ആടിനെയും അവിടെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാ പറഞ്ഞത്. മരുഭൂമിയിൽ ആ 99-നെ
അവിടെ വിട്ടിട്ട് പോകുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. അവിടെ ഒരു ആക്രമണം ഉണ്ടാകാം. ദുഷ്ടമൃഗം അവിടെ കടന്നു വന്നിട്ട് മൃഗത്തെ പിടിച്ചുകൊണ്ട് പോയെന്നിരിക്കാം. എന്നാൽ ആ സാധ്യത അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ആമീൻ കാണാതെ പോയ ഒരു ആണിന് വേണ്ടി ഒരു ഇടയൻ ആമീൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? ഈ തെറ്റിപ്പോയ ആട് അത് പോകുന്നത് വിജനമായ പ്രദേശത്തു നിന്ന് കാട്ടുപ്രദേശത്തിലേക്കാണ്. ആ കാട്ടുപ്രദേശത്തിലേക്ക് അത് ഓരോ ചുവട് മുന്നോട്ട് പോകുമ്പോഴും അത് മരണത്തിലേക്കാണ്. അതായത് ഒരു ദുഷ്ടമൃഗത്തിന്റെ വായിലേക്കാണ് അത് പോകുന്നത്. ഈ ലോകത്തിലെ പൈശാചിക ലോകത്തിൽ പിശാചിന്റെ അവന്റെ മുഴുപിടിയിലേക്കാണ് ഒരുവൻ പോകുന്നത്. ആ പിശാചിന്റെ മുഴുപിടിയിൽ നിന്ന് ഒരുവനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രക്ഷകനായ കർത്താവ് പോയി. കരുതേണ്ടത് നിത്യനാശത്തിൽ നിന്ന് നരകത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തേടി മുന്നോട്ട് സഞ്ചരിച്ച് നമ്മളെ പിടികൂടിയത് ആ നിമിഷം ഒന്ന് ഓർക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആത്മാവിനുള്ളത് മാത്രം നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് മനസ്സിനെ പുറത്തോട്ട് സഞ്ചരിപ്പാൻ അനുവദിക്കരുത്. മനസ്സിനെ പുറത്തോട്ട് സഞ്ചരിപ്പാൻ അനുവദിക്കാതെ അകത്തേക്ക് സഞ്ചരിപ്പാൻ അഭ്യസിക്കണം. നമ്മൾ ആത്മാവിന്റെ പ്രവൃത്തികളാലേ അത് സാധ്യമായി തീരുകയുള്ളൂ. ആത്മാവിന്റെ ആ പ്രവൃത്തികളാലെ ദൈവം നമ്മളെ ഏവരെയും അതിനെ സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.